ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു ഇതുപോലെ തന്നെ ഫുൾ ടൈം ജോബ് വർക്ക് ഫ്രം ഹോം ആയിട്ട് ലഭിക്കുമോ എന്നുള്ളത്. അതായത് നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെ ഫുൾ ടൈം ജോബ് പോലെ മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്ന ജോബ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇൻഫോ പാക്കിലും സൈബർ പാക്കിലും ഒക്കെ വന്നിരിക്കുന്ന വർക്ക് ഫ്രം ഹോമിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് വാക്കൻസീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് IT ജോബ് മാത്രമല്ല ബാക്കിയുള്ള ജോബ്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജോബ് ഏതാണോ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതുപോലത്തെ മറ്റുള്ള ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ പോസ്റ്റ് ആണ്. ഇതിൽ ഫ്രഷർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 0 to 2 years ആണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട ജോബ് സ്കിൽസ് ആണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ബേസിക് SQL സ്കിൽസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റിസർച്ചിങ് അനലൈസിങ് ലോഗ്സ് ടു ഐഡന്റിഫൈ ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ്, ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. പിന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ഇതും ഡീലിങ്സും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇമെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം സഹിതം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നോക്കാം. അത് ടെക്നിക്കൽ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ ഇവർ പറയുന്നത് സ്ട്രോങ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്കില്ല് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് നോളജ് ഓഫ് HTML CSS ആൻഡ് വേർഡ് പ്രസ് നോളജ് വേണം എന്ന് ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 to 3 years ആണ് എക്സ്പീരിയൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തത്തെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തവരായിരിക്കണം, അത് BTech പഠിച്ചവരായിരിക്കണം, അതല്ലെങ്കിൽ MCAക്കാരായിരിക്കണം. അവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റെസ്യൂം ഫോട്ടോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ആ റെസ്യൂമിൽ ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു കാണുന്ന മെയിൽ ID-യിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൂന്നാമത് വന്നിരിക്കുന്ന പോസ്റ്റ് വന്നിട്ട് ജാവ ഡെവലപ്പറിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതും കൊച്ചി ഇൻഫോ പാക്കിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രഷർ വേക്കൻസി അല്ല കേട്ടോ. ഇതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് BTech MTech ഉള്ളവർക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജാവ ഡെവലപ്മെൻറ്റ് പോസ്റ്റിൽ 1 കൊല്ലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും മുൻഗണന. മാത്രമല്ല കോർ ജാവാസ്ക്രിപ്റ്റ് SQL സ്പ്രിംഗ് ബൂട്ട് ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഒരു ബേസിക് നോളേജ് വേണം എന്ന് പറയുന്നുണ്ട്. സോ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം അടക്കം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് വന്നിട്ട് വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണ്. ഫുൾ ടൈം ജോബായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഓൺലൈൻ ട്യൂട്ടേഴ്സ് ഫോർ ക്ലാസ് 6 to 12 എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈമറി ടു ഹയർ സെക്കൻഡറി ആയിട്ടുള്ള ക്ലാസ്സിലത്തെ സ്റ്റുഡൻസിനാണ് നമ്മൾ സബ്ജക്ട്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് ഒന്നല്ലെങ്കിൽ BTech ഗ്രാജുവേറ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PG കഴിഞ്ഞവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. മാത്രമല്ല മുമ്പത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ചെറിയൊരു മുൻഗണന ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സബ്ജക്ട്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ച സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഏതാണോ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ജോബായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു career@mashuptech.in എന്നുള്ള ആ ഒരു ഇമെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്യുവർലി വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അനലിസ്റ്റിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 3 to 5 years എക്സ്പീരിയൻസ് ആണ് ഇവരിതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇതിനോടനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഫീൽഡിൽ ഡിഗ്രി എടുത്തവരായിരിക്കണം. 2+ years ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
അതിൽ ചെറിയ നോളേജും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പവർ പോയിന്റ്, എക്സൽ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു റെസ്യൂം ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ പോസ്റ്റാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് സ്കിൽസിലോട്ട് വരുവാണെങ്കിൽ 1 കൊല്ലം മാത്രം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. മാത്രമല്ല വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷനെയൊക്കെ കുറിച്ചിട്ടൊരു ധാരണയുണ്ടായിരിക്കണം. പിന്നെ SQL ക്വറീസ് ഒക്കെ എഴുതാനായിട്ട് അറിയുന്നവരായിരിക്കണം. അങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇയേഴ്സ് ആൻഡ് മന്ത്സ് ഓഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ നോട്ടീസ് പീരീഡ്, എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും, പിന്നെ നിങ്ങൾക്ക് വേണ്ട കറൻറ്റ് റിമ്യൂണറേഷൻ, ഇപ്പോൾ കിട്ടുന്ന റിമ്യൂണറേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി ഉൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒപ്പം തന്നെ CV-യും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ജോബ് വാക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ 2 വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ജോബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജോബിൻ്റെ വാക്കൻസിയിലോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.